2026 CPM തുടർഭരണത്തിൽ വന്നില്ലെങ്കിൽ UDF-നെ ലീഗ് വിഴുങ്ങുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അത്തരത്തിലുള്ള നീക്കം മാത്രമേ ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളൂ. കാരണം ലീഗ് ആകെ മുട്ടി നിൽക്കുക. നമ്മൾ ഈ പറയുമല്ലോ പൊതുവെ ഈ പ്രസവിക്കാൻ മുട്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ലീഗ് മുട്ടി നിൽക്കുകയാണ്. കാരണം അധികാരമില്ലാതെ ലീഗിന് ഇനി ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി കസേരയാണോ? അതെ, മുഖ്യമന്ത്രി കസേര പണ്ട് CH മുഹമ്മദ് കോയയൊക്കെ ഇരുന്നതുപോലെ കുഞ്ഞാലി സാഹിബ് ഇതൊക്കെ തയ്പ്പിച്ചു എന്നാണ് കേട്ടത്. ഉടുപ്പൊക്കെ തയ്പ്പിച്ചു വെച്ചിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഈ കോൺഗ്രസ് യുവമാരെല്ലാം കൂടെ തമ്മിലടിയായല്ലോ. ഇപ്പം ഈ സതീശനും പിന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഇപ്പോൾ ശശി തരൂർ സ്വയം പറയുന്നത് ഞാനാണ് മുഖ്യമന്ത്രി സർവേ, പുള്ളി തന്നെ ഒരു സർവേ ഉണ്ടാക്കി പറയുകയാണ് ഞാനാണ് മുഖ്യമന്ത്രി, എല്ലാവർക്കും എന്നെയാണ് ഇഷ്ടം എന്ന് പറയുന്നു. KC വേണുഗോപാൽ ഇപ്പം സോണിയാഗാന്ധിയുടെ അടുക്കളയിൽ ചെന്നിരുന്നിട്ട് പറയും അമ്മേ ഞാൻ പോയങ്ങ് മുഖ്യമന്ത്രി ആകാം അല്ലെങ്കിൽ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അമ്മയും മോനും കൂടെ പറയും എങ്കിൽ മോൻ പൊയ്ക്കോളാൻ പറയും. അപ്പോൾ KC അങ്ങനെ ലക്ഷ്യം വെച്ചിരിക്കുക. ചെന്നിത്തല ഈ സതീശനിട്ട് അടി കിട്ടുന്നിടത്തെല്ലാം ഭയങ്കര സന്തോഷത്തോടെ ചെന്നിത്തല പൊയ്ക്കൊണ്ടിരിക്കുക. സതീശനിട്ട് അടി ഉണ്ടെന്ന് പറഞ്ഞാൽ ചെന്നിത്തല അന്ന് അവിടെ പടക്കം പൊട്ടിക്കും. അങ്ങനെ ഇരിക്കുകയാണ് ചെന്നിത്തല. സതീശൻ ഇപ്പം നിലമ്പൂർ ഇലക്ഷനിൽ എന്തോ വലിയ ക്രെഡിറ്റൊക്കെ അടിച്ചെടുത്ത് ഞാനാണ് ആര്യാടനെ ജയിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞ് എനിക്ക് മുഖ്യമന്ത്രി ആവാൻ ഞാനാണ് യോഗ്യൻ എന്ന് പറഞ്ഞ് അന്ന് ഒരു തീപ്പൊരിയൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, സണ്ണി ജോസഫ് എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആർക്കും അറിയില്ല. പുള്ളിക്ക് തന്നെ പുള്ളി KPCC പ്രസിഡന്റ് ആണോ എന്നൊരു സംശയമുണ്ട്. പുള്ളിയൊന്നും കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഞാൻ തന്നെ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു സംശയമുള്ള ഒരാളെ കൊണ്ടുവന്ന് വെച്ചു. സുധാകരനെയൊക്കെ മാളത്തിൽ ഒളിപ്പിച്ചു. സുധാകരൻ അവിടെ കിടന്ന് മറ്റേ കിണറ്റി കിടന്ന് പറയുന്നു സഭയെ സോപ്പിടാനുള്ള വഴിയായിരുന്നു സണ്ണി ജോസഫിനെ. അതെ, അതൊന്നും നടക്കത്തില്ല. സണ്ണി ജോസഫിനെ കൊണ്ടൊന്നും ഈ പറ്റിയ പണിയല്ല. ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കുന്ന കേസൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ലീഗ് ഇതൊരു ആയുധമാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ട് കുഞ്ഞാലി സാഹിബ് എന്തിനും റെഡിയായി നിൽപ്പുണ്ട്. പിന്നിൽ വലിയ ഒരു ജനക്കൂട്ടമുണ്ട്. 20 സീറ്റ് കൊടുത്താൽ 20 സീറ്റും ജയിപ്പിക്കാൻ ഞങ്ങൾ ഓക്കെയാണ്. അത് ശരിയാണ്. അവിടെ ഇനിയിപ്പോൾ ആരെങ്കിലും കൊണ്ട് നിർത്തിയാലും മറ്റേ അന്ന് അഹമ്മദ് അദ്ദേഹമൊക്കെ ഈ ആംബുലൻസിലായിരുന്നു അന്ന് ഈ വോട്ട് പിടിക്കാൻ പോയത്. ഒരാളിനെ നിർത്തിയാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ജയിച്ചു വിടുന്ന മണ്ഡലങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജയം അവർക്കൊരു വിഷയമേ അല്ല. കാരണം മലപ്പുറവും വയനാട് അവിടെയൊക്കെയുള്ള ലീഗിൻ്റെ, പക്ഷേ കൊല്ലത്ത് വേറെ കാര്യമുണ്ട്. കൊല്ലത്ത് പുനലൂർ സീറ്റ് ലീഗിന് കൊടുത്തിട്ട് തോറ്റുപോയി. അപ്പോൾ അത് അങ്ങോട്ടേ പറ്റൂ, വടക്കോട്ടേ പറ്റുകയുള്ളൂ. പിന്നെ ഇവിടെ ഇരവിപുരത്തൊക്കെ PKK ബാവയൊക്കെ ജയിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. അത് രാജീവ് ഗാന്ധി മരിച്ചതിൻ്റെ ഒരു സഹതാപ തരംഗത്തിൽ സംഭവിച്ചതാണ്. അല്ലാതെ ഇവിടെ ഒന്നും കൊണ്ടുവന്ന് ലീഗിനെ നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം മലപ്പുറത്ത് അവരുടെ സ്ഥലങ്ങളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ലീഗിന് വിജയിച്ച് വരാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ലീഗ് എന്തായാലും UDF അധികാരത്തിൽ വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ലീഗ് കടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചുരുങ്ങിയത് 6 മന്ത്രിമാർ ഇതെല്ലാവരും ആവശ്യപ്പെടും. വിദ്യാഭ്യാസ വകുപ്പ്, വ്യവസായ വകുപ്പ്, പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന വല്ല ഏതെങ്കിലുമൊക്കെ മൃഗസംരക്ഷണമോ അതൊക്കെ മാത്രമേ കോൺഗ്രസ്സിന് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആർക്കും വേണ്ടാത്ത ചില വകുപ്പുകളൊക്കെ ഉണ്ടല്ലോ. തൊഴിൽ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ടല്ലോ, തൊഴിൽ വകുപ്പ്. അത് മന്ത്രി ബാബു ദിവാറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. ബാബു ദിവാറിനൊക്കെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നപ്പം പുള്ളിക്ക് പോലും തൊഴിൽ കണ്ടെത്താൻ പറ്റിയില്ലെന്നുള്ളതാണ്. അത് ഒരാൾക്ക് പോലും തൊഴിൽ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വകുപ്പുകളൊക്കെ മാത്രം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു മാമ്പഴ ഫെസ്റ്റ് നടക്കുന്നു. അപ്പോൾ മാങ്ങ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ അതിൻ്റെ എല്ലാം നല്ല മധുരമുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കുറേ കഷ്ണങ്ങളുണ്ടല്ലോ, അതുപോലെ എടുക്കാനേ പറ്റൂ UDF ഈ കോൺഗ്രസ്സിന് വകുപ്പുകളും ഇതുമല്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് തോന്നുന്നത്. അതാണ് ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇത് മുൻകൂട്ടി കണ്ട ഓരോന്ന് അടിക്കുന്നത്, മലപ്പുറത്തെക്കുറിച്ചും അത് ഇതൊക്കെ പറയുന്നത്. ഇപ്പോൾ സതീശനെതിരെയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ട്. സതീശനെ ഒരുപാട് പറഞ്ഞു, ഇനി പറയാൻ ഒന്നും ബാക്കിയില്ല. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുവാണ്. കാരണം യുവമാർ വന്നില്ലെങ്കിൽ, പിണറായി സർക്കാർ വന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള വിഭ്രാന്തിയിലിരിക്കുവാണ്. അപ്പോൾ മകൻ ഇതിലുമാണ്, BDJS-ലും ഒക്കെയാണ്. അപ്പോൾ BJP എന്തായാലും കേന്ദ്രത്തിലുണ്ട്. ഇവിടെ CPM ആണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളിക്ക് കംഫർട്ട്. പക്ഷേ UDF വന്ന അവന്മാരെല്ലാം വെറുപ്പിച്ചിട്ടേക്കുന്നുണ്ട്. ഇനി ഏത് തരത്തിലാവുമെന്ന് വെള്ളാപ്പള്ളിക്കും പേടിയുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് കേരള രാഷ്ട്രീയം കടന്നു പോകുന്നത്. അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ച് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ LDF ഒരു തവണ കൂടി അധികാരത്തിൽ വരുവാണെങ്കിൽ ലീഗിൽ എല്ലാവരും ആത്മഹത്യ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് അവർക്ക് അത്രയ്ക്ക് അത് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ അവർ ചെയ്യുന്നത്
LDF കയറാൻ ശ്രമിക്കും. പക്ഷേ LDF കയറിയ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ LDF ചെന്ന് കയറി കൊടുക്കുന്നവരുടെ അവസ്ഥ അറിയാമല്ലോ. അതായത് നമ്മൾ ഈ എലിയെ അതായത് ഒരു ചൂടുവെള്ളത്തിൽ എലിയെ പിടിച്ചിട്ട എലി ചത്തുപോകും, ഇറങ്ങി ഓടും, ചത്തുപോകല്ല ഇറങ്ങി ഓടും. അതുമ്പോൾ എലിയെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം ചൂടാക്കുമല്ലോ, അതുപോലെയാണ് LDF എത്തുന്നവരുടെ അവസ്ഥ. ഇപ്പം അറിയില്ല, നമ്മൾ പോലും അറിയില്ല, മരണം നമ്മൾ അറിയില്ല. അപ്പോൾ അതുപോലെയാണ് മാണിയുടെ ടീം, ജോസ് കെ മാണിയും എല്ലാം ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ ആദ്യം ഭയങ്കര മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നൽകും. പക്ഷെ അതിൽ നമ്മൾ വീണു പോയാൽ പോയി. അതാണ് ഇവർ ജോസ് കെ മാണിക്കൊക്കെ പറ്റിയത്. പക്ഷെ അതിൽ അതിജീവിച്ച ഒരാളുണ്ട്, അതാരാന്നറിയോ? നമ്മുടെ തോമാച്ചൻ, തിരുത തോമ, KV തോമസ്. ഇയാൾക്ക് ഇത് ഇവന്മാരുടെ ടെക്നിക്ക് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ഇയാൾ ബുദ്ധിപൂർവ്വം കളിച്ച്, അതുകൊണ്ട് നല്ല പദവിയും കിട്ടി. യാത്രാപ്പടി ഇനത്തിൽ ലക്ഷങ്ങൾ എഴുതി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയോ, വീട്ടിൽ വരുന്ന ലക്ഷങ്ങൾക്ക് കണക്കില്ല. MP ഫണ്ട്, MLA ഫണ്ട്, കേന്ദ്രമന്ത്രിയുടെ ഫണ്ട്, മറ്റേ ഫണ്ട്, അതായത് പ്രധാനമന്ത്രി ഒഴികെ ബാക്കി എല്ലാം കിട്ടാവുന്ന എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് KV തോമസ്. അത് LDF അങ്ങനെ വന്ന് രക്ഷപ്പെട്ടിട്ടുള്ള എനിക്ക് തോന്നുന്ന ഏക വ്യക്തി ഇയാളുള്ളൂ. ബാക്കി എല്ലാവരും ഈ പറഞ്ഞതുപോലെ പതിയെ ലൈൻ കമ്പി വീഴുന്ന കാക്കയെ പോലെ കരിഞ്ഞങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അത് ലീഗിന് നന്നായിട്ട് അറിയാം. LDF ചെന്ന് എനിക്ക് മുഖ്യമന്ത്രി കാണാമെന്ന് പറഞ്ഞാൽ നീ പോടാന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ലീഗിന് അറിയാം. പക്ഷെ നിവർത്തിയില്ലെങ്കിൽ ഇനിയിപ്പോൾ അതേ ഉള്ളൂ മാർഗം. കാരണം UDF സീറ്റ് കിട്ടിയില്ല, LDF ഭൂരിപക്ഷം എങ്കിൽ ഇപ്പോൾ ഒരു 72 സീറ്റ് ചെന്നിട്ട് പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ തുടങ്ങേണ്ടി വരും. ഗ്രൗണ്ട് ലെവലിൽ തുടങ്ങേണ്ടി അല്ല, ഇപ്പോൾ ഒന്നും കിട്ടാതിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ. ഇപ്പം നമുക്കിപ്പം ചെന്നിട്ട് ഇപ്പോൾ വെറും ഒരു MLA ആയിട്ട് കുഞ്ഞാലി സാഹിബ് ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതാണ് ഒരു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ. ഒന്നുമില്ലെങ്കിലും കൊടിവെച്ച കാറിലെങ്കിലും പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം അങ്ങനെ വന്നുകൂടായികയില്ല. അപ്പോൾ അതുകൊണ്ട് ലീഗിനെ സംബന്ധിച്ച് ഇനി ഒരു നിമിഷം പോലും അവർക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷന് CPM അടുപ്പിക്കാൻ ചാൻസ് ഉണ്ടോ? CPM സംബന്ധിച്ച് ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു വസ്തുത, നമ്മൾ ഈ BJP വില കുറച്ച് കാണാൻ കഴിയില്ല. കാരണം BJP ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്തൊക്കെ 2-3 മണ്ഡലങ്ങൾ ജയിക്കാനുള്ള ഒരു സാധ്യതകളുണ്ട്. കാരണം ഈ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഒക്കെ വലിയ സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ കുറേയേറെ മണ്ഡലങ്ങളിൽ ഉണ്ട്, പിന്നെ ഇവിടെ മഞ്ചേശ്വരം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 6-7 സീറ്റുകൾ BJPക്ക് കിട്ടിയെന്നിരിക്കട്ടെ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു 70 സീറ്റ് LDF അല്ലെങ്കിൽ 68 സീറ്റ് LDF ഒരു 8 സീറ്റ് BJPക്കും ആണെങ്കിൽ 76, ബാക്കി വരുമ്പോഴത്തേക്ക് ഒരു 64 സീറ്റ് UDF ഉള്ളെങ്കിലേ സ്വാഭാവികമായിട്ടും BJP എന്തായാലും LDF നിൽക്കില്ല. അപ്പം ലീഗിന് പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് LDF മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പം LDF പറയും നമുക്ക് എന്തെങ്കിലും ഒരു കുറച്ച് സ്ഥാനങ്ങൾ തരാം, മന്ത്രിസ്ഥാനമൊക്കെ തരാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വെറും ഒരു MLA ആയിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് LDF പോയാൽ ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അത് അങ്ങനെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ലീഗ് UDF വിഴുങ്ങാനുള്ള കാലം അതിക്രമിച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.